ഈ കാണുന്നതാണ് നമ്മുടെ മമ്മൂക്ക പഠിച്ച സ്കൂള്. കോട്ടയം ജില്ലയിലെ ചരിത്ര നഗരമായ വൈക്കത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. Don't skip the video if you want to see what's hidden inside one of the most historic town in Kerala. വൈക്കം. രാവിലെ ഒരു ചായ കുടിക്കാനും ഗ്രാമഭംഗി ആസ്വദിക്കാനും ഞങ്ങൾ ആദ്യം പോയത് വൈക്കത്തിനടുത്ത് കടുത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ ഏഴുമാന്ത്രത്തിലേക്കാണ്. ഹരിതാപം പച്ചപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ല പീസ്ഫുൾ ആംബിയൻസ് ഉള്ള സ്ഥലം. അവിടുന്ന് നേരെ വൈക്കത്തിന് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴി അവർണർക്ക് പ്രവേശനമില്ലാതിരുന്നതിനെതിരെ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണ്. എല്ലാ വർഷവും നടക്കുന്ന വൈക്കത്തഷ്ടമി മഹോത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. വൈക്കത്തപ്പന് മുന്നിൽ നിന്ന് ഈ അമ്മ നിർബന്ധിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ലോട്ടറി എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ വന്നത് വൈക്കം ബോട്ട് ചെട്ടിയിലേക്കാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഒരുപാട് സമര നേതാക്കൾ വന്നിറങ്ങിയ ബോട്ടുചട്ടിയാണിത്. കോട്ടയം ആലപ്പുഴ ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ബോട്ട് സർവീസുകൾ. ഫസ്റ്റ് സോളാർ ഫെറി ആയ ആദിത്യ നമ്മുടെ വൈക്കത്തിന് സ്വന്തമാണ്. ഇതിനോട് ചേർന്ന് വേമ്പനാട്ട് കായലിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു ബീച്ച് വാക്ക് വേ ഉണ്ട്. ഈ ബീച്ചിൽ ഒരുക്കിയിരിക്കുന്ന ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. 10 വർഷങ്ങൾക്ക് മുന്നേ ലളിതകല അക്കാദമിയാണ് സാഹിത്യ സ്മൃതി എന്ന പേരിൽ 10 ശില്പങ്ങൾ നിർമ്മിച്ചത്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ കിടിലൻ ഫ്രെയിമാണ് ഇവിടെ. ബീച്ചിനോട് അടുത്തായിട്ട് ഒരു പഴയ KSRTC ബസിന്റെ അകത്ത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരുക്കിയിരിക്കുന്ന KTDC ഫുഡി വീൽസ് കഫേയും നമുക്ക് കാണാം. ഇതിന്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക വൈബായിരുന്നു. ഇതിനോടടുത്താണ് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം ഉള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രസക്തി എന്താണ്, സമരത്തിന് സാക്ഷ്യം വഹിച്ച നേതാക്കൾ ആരൊക്കെ, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ മ്യൂസിയത്തിൽ വന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വൈക്കത്ത് വരുന്നവര് ഈ മ്യൂസിയത്തിൽ കയറാൻ മറക്കണം. അവിടുന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കേരളത്തില് തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമുള്ള തന്തൈ പെരിയാർ മ്യൂസിയത്തിലേക്കാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച EV രാമസ്വാമി വൈക്കം വീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും സമരത്തിന് നൽകിയ സംഭാവനകളും എല്ലാം ഉൾപ്പെടുന്നതാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ. സ്മാരകത്തിനടുത്ത് ചെറിയൊരു ഇരിക്കാൻ പറ്റിയ സ്ഥലവും പിന്നെ കുട്ടികളുടെ പാർക്കും ഒക്കെയാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ജന്മനാട് വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഗവൺമെന്റ് ഹൈസ്കൂൾ കുലശേഖരമംഗലം. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ വെറൈറ്റി തെങ്ങ് കണ്ടത്. ഈ തെങ്ങിൽ തേങ്ങയിടാൻ കയറുന്ന ആൾക്ക് 2 കൂലി കൊടുക്കണോ? ഈ കാണുന്നതാണ് അവളിടം സ്ത്രീ സൗഹൃദ പാർക്ക്. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മും കൂടാതെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പാർക്കും ഉണ്ട് കേട്ടോ. വൈക്കം താലൂക്കിൽ തന്നെയുള്ള തുരുത്തുമ്മ തൂക്കുപാലമാണിത്. വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഫീൽ ആയിരുന്നു. ഇവിടെ നിന്ന് കുറച്ചധികം നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഞങ്ങൾ പോയത് കൂടാതെ വൈക്കത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ.